ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വിഷുവിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്നൊക്കെ ആകെ ക്ഷീണിച്ച് വീട്ടിലെത്തി. പിന്നെ കുറച്ച് പടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നു. പൂത്തിരി, കമ്പിത്തിരി, അങ്ങനെ പലതൊക്കെ ഉണ്ടായിരുന്നു. ഓലപ്പടക്കം, മാലപ്പടക്കം, അങ്ങനെ. പിന്നെ ഈ പടക്കം ഞങ്ങൾക്ക് നല്ല അടിപൊളി, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു പടക്കം. പിന്നെ ഞങ്ങൾ കടയ്ക്ക് പോണ സമയത്ത് ഞങ്ങൾ കുറച്ച് പടക്കം മേടിച്ച് വരുമ്പോഴും ഇതാ കാർത്തുമ്പി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണ ആ ഒരു പൂത്തിരിയും പിന്നെ അച്ഛൻ പൊട്ടിച്ച ആ ഒരു പടക്കവും ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്ന് മേടിച്ചു. അത് നല്ല അടിപൊളി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും കൂടി മേടിച്ചു. പിന്നെ ഞാനും കൃപോളും പിന്നെ അതുകൊണ്ട് ഭയങ്കര കോപ്രായങ്ങളാട്ടോ. ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം. ഞങ്ങളത് 3 മേടിച്ചിട്ടുള്ളൂ, കൂടുതൽ മേടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കമ്പിത്തിരി പിന്നെ ഇല്ലാത്തൊരിതില്ലല്ലോ. കമ്പിത്തിരി പിന്നെ കുറച്ച് നേരം ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെ കൊണ്ട് മറ്റേ പടക്കം കൂടി പൊട്ടിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പൂത്തിരി കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അവിടെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ വരെ എത്തിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കൃപളും കറുത്ത് ഭയങ്കര കൈയടി. പിന്നെ അമ്മേനെയും വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു കമ്പിത്തിരി ഇങ്ങ് പൊട്ടിക്കാൻ പറഞ്ഞ് അമ്മയും കൂടി. പിന്നെ ഞങ്ങൾക്ക് കുറേ പണി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യ പറഞ്ഞിട്ട് അമ്മയും കാർത്തും കൂടി കയറി കിടന്നു. അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ അടുക്കി അലമാരേൻ്റെ ഉള്ളിലോട്ട് റെഡിയാക്കി വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കമ്മലുകളും അങ്ങനെയൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞ് നമ്മുടെ കൃപമോൾ പിന്നെ അച്ഛൻ്റെ ഷർട്ട് തൂക്കിടുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി എല്ലാം താഴത്തോട്ടിട്ട് പിന്നെ അവൾ അവിടെ തന്നെ കയറ്റിയിട്ടു. പിന്നെ അയലുള്ളതൊക്കെ ഒന്ന് അവൾ വൃത്തിയാക്കി കിട്ടും. അവിടെ ഉള്ളതൊക്കെ മടക്കി. അതാട്ടോ ഞങ്ങളുടെ വിഷുക്കോടി. അപ്പോൾ നമ്മൾ റൂമും തിണ്ണയും അടുക്കളയൊക്കെ നല്ലപോലെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് നമ്മൾ തുടച്ചു കേട്ടോ. കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എല്ലായിടം തുടച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് രാവിലെ റീൽസ് എടുക്കാം. അമ്പലത്തേക്ക് പോണ സമയത്ത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂ ഒക്കെ കഴുകുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വിഷുക്കണി വെക്കാൻ പോവാം കേട്ടോ. പിന്നെ ഗൈസ് നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ 4 മണിയായി. എന്നിട്ട് നമ്മുടെ വീട്ടിലത്തെ കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മരുതിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് കണി കണ്ട് ശാന്തിൻ്റെ അടുത്തുനിന്ന് വിഷു കൈനീട്ടം എല്ലാം മേടിച്ച് ഞങ്ങൾ രാവിലെ തന്നെ പിന്നെ ഞങ്ങൾ കാടാമ്പുഴ അമ്പലത്തിൽ ചെന്നു കേട്ടോ. അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പുറമേയൊക്കെ ചുറ്റും തൊഴുതിട്ടാണ് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു മസാല ദോശ മേടിച്ച് കഴിച്ചു കേട്ടോ. എല്ലാവരും മസാല ദോശയാണ് മേടിച്ചത്. അമ്മയും കാത്തും മസാല ദോശ മേടിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സദ്യ കിട്ടി. ഞങ്ങൾക്ക് സദ്യയൊക്കെ തന്നു അവർ. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. പിന്നെ അടപ്പായസമായിരുന്നു കേട്ടോ. പപ്പടം, പുളിയിഞ്ചി, അച്ചാർ, അവിയൽ, പിന്നെ ഒരു തോരനുണ്ടായിരുന്നു. വഴുതനങ്ങ വാഴയ്ക്ക കൊണ്ടുണ്ടാക്കിയൊരു തോരനുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പപ്പടം എടുത്ത് അങ്ങ് പൊട്ടിച്ച് നമ്മുടെ ചോറ് കറിയിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഞാനൊരു വാ പിടിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ കൃപമോളാട്ടോ പായസം എടുത്ത് കുടിക്കുകയാണ്, അടപ്പായസം. അവൾ കുടിച്ചു. ഞങ്ങൾക്കൊക്കെ അടപ്പായസം ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അവളെ കുടിച്ച് അടിപൊളിയാന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.